ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പാത്തുസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇഫ്താറിനും വൈകുന്നേരത്തെ ചായക്കൊക്കെ തയ്യാറാക്കാൻ പറ്റിയ കിടിലൻ സ്നാക്സുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, മീഡിയം സൈസുള്ള 2 ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കാന്താരി മുളക് ഇട്ടത് കൊണ്ടാണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാത്തത്. എന്നിവ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് മാറ്റി വെക്കാം. 2 മുട്ട പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ നൂല് വെച്ചിട്ടാണ് മുട്ട കട്ട് ചെയ്യുന്നത്. നൂല് വെച്ചിട്ട് മുട്ട കട്ട് ചെയ്യുമ്പോൾ മഞ്ഞ പൊട്ടാതെ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് മുട്ട മുഴുവനും കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് കത്തി കൊണ്ടാണ് എളുപ്പമെങ്കിൽ കത്തി കൊണ്ട് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ മുഴുവൻ മുട്ടയും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്സ് റെഡിയാക്കാം. സ്നാക്സ് റെഡിയാക്കുമ്പോൾ കയ്യിലൊന്നും പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് ഓയിൽ തടവുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിൽ നിന്നും കുറച്ചെടുത്ത് ഇതുപോലെ റൗണ്ടിൽ പരത്തിയെടുക്കുക. അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലെ തന്നെ ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കണം. ഇതിന് ഈ ഒരു സ്നാക്സ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ്സ് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.